ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം കാണാൻ കാത്തിരുന്ന എപ്പിസോഡുകളാണ്. നാഗേന്ദ്രയുടെ കള്ളത്തരം പിടിക്കുകയും നാഗേന്ദ്രയെ മുത്തശ്ശനും ആദർശനും തിരിച്ചറിയുകയും ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിനൊക്കെ ശേഷം നാഗേന്ദ്രയ്ക്ക് രണ്ട് കൊടുക്കുന്നതും, അവന്തിക അനിയെ വിവാഹം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അവിടെ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അച്ഛനെ അറിയില്ല എന്നും അച്ഛനുമായിട്ട് യാതൊരു പങ്കും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അതും നമ്മുടെ മുത്തശ്ശൻ തിരിച്ചറിയാണ് കേട്ടോ. നാഗേന്ദ്രയുടെ സൈഡാണ് അവന്തികയെന്നും അങ്ങനെ അനന്തപുരിയിലുള്ളവരെയും മുത്തശ്ശനെയും ഒക്കെ അവന്തിക ചതിക്കായിരുന്നുള്ള വിവരം അറിയുമ്പം ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയാം. അതിനുശേഷം മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. നമ്മുടെ അനിയെ നദുവിനെയും കൂടെ ഒന്നിപ്പിക്കുമെന്ന് തന്നെ പറയാണ് കേട്ടോ. മുത്തശ്ശനെ കൊണ്ട് കഴിയാവുന്നത് പോലെ അവരുടെ വിവാഹം നടത്തി കൊടുക്കും എന്ന് തന്നെ മുത്തശ്ശൻ അവിടെ വെച്ച് വാക്ക് പറയാ. ഇത് കേട്ട് ആകെപ്പാടെ ഞെട്ടിത്തരിച്ച് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അവന്തിക. അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. കൂടെ നിന്ന് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തിക. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതോടൊപ്പം നയനയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയല്ലോ, അതിനുശേഷമുള്ള കഥകളാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ റിസൾട്ട് വരുമ്പോഴേക്കും ആ പ്രൈസ് കിട്ടുന്നത് നയനയ്ക്കാണ് കേട്ടോ. നയനയ്ക്കും നയനാസ് കളക്ഷനും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കും എന്ന് അവർ അനൗൺസ് ചെയ്യാണ്. അങ്ങനെ അനിക്കും നയനയ്ക്കും ഒക്കെ ആയിട്ടൊരു ട്രോഫിയൊക്കെ അവാർഡും ഒക്കെ കൊടുക്കുകയാണ്. എല്ലാവരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അനിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ ഡിസൈൻ ചെയ്ത നയനയെ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുക. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ആ മറുഭാഗത്ത് നിൽക്കുന്ന ഡേവിഡിനും അബിക്കും നല്ല ദേഷ്യം വരുവാണ്. അബിക്ക് അങ്ങ് കലി വന്നിട്ട് വയ്യ. അബി ഡേവിഡിനോട് പറയുക, കണ്ടില്ലേ ഇപ്രാവശ്യവും നമുക്ക് ചതി പറ്റിപ്പോയി. ഇതിനു മുമ്പ് 2 പ്രാവശ്യവും ഇതുപോലെ തന്നെ നമുക്ക് സംഭവിച്ചു. ഈ പ്രാവശ്യം ഇത് സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയാണ്, അതെ അബിസാറെ, കഴിഞ്ഞ പ്രാവശ്യവും അബിസാറ് തന്നെയാണ് കൂടെ വന്നത്, ഈ പ്രാവശ്യവും അബിസാറ് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പം അബി ചോദിക്കുക, താൻ എന്താണോ പറഞ്ഞത്, ഞാൻ കൂടെ വന്നത് കൊണ്ടാണോ ഇത് സംഭവിച്ചത്? ഇവിടെ നല്ല ഡിസൈനേഴ്സിനെ കൊണ്ടുവരാതിരുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയാണ്, അല്ല അബിസാറ് തന്നെയല്ലേ മാളവികയെ റെക്കമെൻഡ് ചെയ്തത്, ഞാൻ പറഞ്ഞാലേ വേറെ ആരെ കൂടിയെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന്. അപ്പോൾ അബിസാറ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാളവിക നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, മാളവിക മതിയെന്ന്. അപ്പോൾ അബി പറയും, എടോ താൻ എന്നിട്ട് വിദേശത്തു നിന്നൊക്കെ ഉള്ള കുറേ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നില്ലേ, എന്നിട്ട് അതുമല്ല ഇവിടെ ഫലവത്തായോ എന്ന് ചോദിക്കുമ്പം ഡേവിഡ് പറയുക, അതിനിപ്പം എൻ്റെ നേരെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അബിസാറേ, അവിടെ നയന നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നതാ. അങ്ങനെ നയന മറുഭാഗത്ത് നിൽക്കുമ്പം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയാം. അപ്പം അബിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഇത് മൊത്തം കാണാനിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങ് അപ്രിസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനി തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന കാണാനേ പറ്റുന്നില്ല. അപ്പോൾ വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി പോവാണ് ഡേവിഡും അതുപോലെ തന്നെ അബിയും കൂടി. അങ്ങനെ അബി പറയാണ് ഡേവിഡിനോട്, ഇപ്പം 2ാമത്തെ പ്രാവശ്യം അനി അങ്ങ് ഉയർന്നു നിൽക്കുന്ന അവൻ്റെ മുന്നിൽ ഞാനങ്ങ് തോറ്റില്ലാണ്ടാവുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്കിനി രക്ഷയില്ലെന്നാണ് തോന്നുന്നത്, എത്രയൊക്കെ ചെയ്തിട്ടും അനന്തപുരിക്കാർ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയുക, ശരിയാ, ഇനി മോൻ്റെ അച്ഛനോട് നാഗേന്ദ്ര സാറിനോട് ഞാൻ എങ്ങനെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയും, സാറ് നന്നായിട്ട് ദേഷ്യപ്പെടും, സാറിന് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന കാര്യമാണിത്, ഇതിപ്പോൾ നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഇവരൊക്കെ കാരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് നന്ദു ആണെങ്കിൽ കുറേ കള്ള സ്വർണം പിടിച്ചു എന്നെ അകത്തിട്ടു, അങ്ങനെ കോടികളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സ്ഥലത്തെങ്കിലും നമുക്കൊന്ന് തലയുയർത്തി പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം കയ്യിലിരുന്നതിനെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനിയും നയനയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അനിയും നയനയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്, അബി ഇങ്ങോട്ട് മാറി നടക്കുക. അപ്പോൾ ഉടനെ അനി വിളിക്കുക, അബി അവിടെ നിന്നടാന്ന് പറയാണ്. അപ്പോൾ അബി അവിടെ നിൽക്കുമ്പോൾ അനി അങ്ങോട്ട് മനഃപൂർവ്വം അങ്ങ് ചെല്ലുകയാണ്, ഒന്ന് കൊമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് തന്നെ അനി ചെല്ലുക. അപ്പം അനി പറയുന്നുണ്ട്, അല്ല നീ വലിയ വീരവാദമൊക്കെ അരച്ചു, എൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുമെന്നും പറഞ്ഞു, എനിക്ക് യാതൊരു കഴിവില്ലെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ടിപ്പം ആരാടാ തല താഴ്ത്തി നിൽക്കുന്നത്, നിനക്ക് മര്യാദയ്ക്ക് അവിടെ അനന്തപുരിയിൽ ജീവിച്ചാൽ പോരായിരുന്നു. അപ്പോൾ അനന്തപുരിക്കാരുടെ ശത്രുക്കളായ ജ്വല്ലറിയുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ മലമറിക്കാമെന്ന് നീ വ്യാമോഹിച്ചു, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ അബി പറയാ, എടാ നീ എല്ലാം കൊണ്ട് തികഞ്ഞെന്നൊന്നും നീ വിചാരിക്കണ്ട, ആദർശ് കണ്ടില്ലേ എല്ലാം കൊണ്ട് തിരഞ്ഞ വീരനായിരുന്നു, എന്നിട്ട് മുത്തശ്ശൻ ഒരു നിമിഷം കൊണ്ട് അവനെ എടുത്ത് പുറത്തെത്തില്ലേ, അത് തന്നെയായിരിക്കും നിൻ്റെ വിധി എന്ന് പറയുക. ഓ ആയിക്കോട്ടെ, എൻ്റെ വിധി അതാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു, എന്തിയടാ വിദേശത്തുനിന്ന് വരെ ഡിസൈൻസൊക്കെ കൊണ്ടുവന്നിട്ട് നിനക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന് അനി പറയുക. അപ്പോൾ അബിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് എടാ എന്ന് പറഞ്ഞു വരുമ്പോൾ നയന് പറയുക, അനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എന്തിനാ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, വാ നമുക്ക് പോകാം, കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മുടെ ഭാഗം ശരിയായിട്ട് ചെയ്തില്ലേ, ഇനിയിപ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അനി കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഇടത്തിയുടെ കഴിവ് കൊണ്ടൊന്നും മാത്രമാണ് നമുക്കിങ്ങനെ വിജയിക്കാൻ പറ്റിയത്,
പോയത്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ തോറ്റു തുന്നം പാടിയേനെ. അതിനുള്ള ഒരവസരവും കളയില്ല ജ്വല്ലറിക്കാർ. ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയത് അതെനിക്കൊരു അഭിമാന നിമിഷം ഏടത്തി. ഏടത്തി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഡിസൈൻ ചെയ്ത് തന്നതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ എനിക്ക് അവൻ്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് ഏടത്തി എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കടാ, ഇതൊക്കെ എൻ്റെ കൂടി ഉത്തരവാദിത്തം അല്ലേ. എന്തായാലും ആ ജ്വല്ലറിക്കാർക്ക് പണി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയല്ലേ അനി എന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. അതേസമയം അബിയും ഡേവിഡും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അവന്തിക അബിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഈ എങ്ങനെയാ ആർക്കാ പ്രൈസ് എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടി. ആ നയനിയും അനിയും എല്ലാം വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുക. അപ്പോൾ അവന്തികയ്ക്കും അങ്ങ് ടെൻഷൻ ആവുകയാണേ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരു വിജയവും എത്തിപ്പെടാൻ പറ്റിയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയും ചതിയുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യയും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നവ്യയുടെ മുഖഭാവം അങ്ങ് മാറുവാണ്. ഇവർ എന്നെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊരു ഭാവം നവ്യയ്ക്കും വരികയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പുറം ലോകം കാണാൻ പോകുന്നില്ല, കൊല വിളിക്കും അവരെ എന്ന് അഭി പറയാണ് കേട്ടോ. അപ്പം ഡേവിഡ് പറയാ, ശരിയാ നാഗേന്ദ്ര സാർ അങ്ങനെ ഒരാളെ കിട്ടിയ പിന്നെ വെച്ചേക്കല്ല, സാറിൻ്റെ പാരമ്പര്യം തന്നെ അതാണെന്ന് മനസ്സിൽ പറയാണ്. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുക, സാറിൻ്റെ പാരമ്പര്യം തന്നെ അങ്ങാണ് പോലും, കാണിച്ചു തരാം, അവൻ തോറ്റ് തുന്നം പാടാൻ പോകുന്നേ ഉള്ളൂ, അവൻ്റെ പാരമ്പര്യം എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കണം. അങ്ങനെ നമ്മുടെ ഡേവിഡ് അവിടുന്ന് പോവാണ്. ഡേവിഡ് പോയി കഴിയുമ്പോഴേക്കും മാളവികയും അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മാളവിക ഇറങ്ങി പോവാണ്. അതേ സമയത്ത് അബിയും നവ്യയും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഡേവിഡ് നേരെ പോകുന്നത് നാഗേന്ദ്രയെ കാണാനായിട്ടാണ്. അതുപോലെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാളവികയാണെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ നേരെ പോയി ആദർശിനെയാണ് കേട്ടോ കാണുന്നത്. നയനയും അതുപോലെ തന്നെ അനിയും കൂടി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആദർശിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ മാളവിക. അങ്ങനെ ആദർശും മാളവികയും കൂടി ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശ് മാളവികയോട് പറയുന്നുണ്ട്, മാളവിക നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല അഭിനയമായിരുന്നു. മാളവികയുടെ ഒറ്റ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് നേടാൻ പറ്റിയത്. അവിടെ ചെയ്ത ഡിസൈനുകളെക്കാളും മെച്ചപ്പെട്ട ഡിസൈനുകൾ നയനയ്ക്ക് ചെയ്യാൻ സാധിച്ചത് മാളവിക കാരണമാണെന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരിയാ സാറ് നന്നായിട്ടുണ്ട്. ഏതായാലും മൂർത്തീസ് ജ്വല്ലറിക്ക് ഇങ്ങനെയൊരു അവാർഡ് വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചെങ്കിൽ അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ എനിക്ക് പറ്റിയെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നയന മേഡത്തിൻ്റെ ഡിസൈനുകളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനല്ല മറ്റാരെയും ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ചെയ്താലും നയന മേഡത്തിൻ്റെ ഡിസൈനുകളൊന്നും കിടപിടിക്കാനുള്ളതാവില്ല എന്നൊക്കെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല മാളവികയുടെ ഈ സ്പൈ വർക്കിനെ കുറിച്ചിട്ട് അവൻ ആ അബിയോ ആ ഡേവിഡോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ മാളവികയ്ക്ക് ഒരു കാര്യം അറിയാവോ, ആ അബി എന്ന് പറയുന്നവൻ്റെ അച്ഛനാണ് ഈ നാഗേന്ദ്ര എന്ന് പറയുന്നവൻ. അവനാണ് ശരിക്കും ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നാ തോന്നുന്നത്. നേരത്തെ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ അടിച്ചിറക്കി വിട്ട അബിയുടെ അച്ഛൻ. അയാൾ എവിടെയോ പോയി കുറേ പണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വന്നത് തന്നെ മൂർത്തീസ് ജ്വല്ലറിയോടും അനന്തപുരിക്കാരോടുമുള്ള ആ ഒരു പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. അയാളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുക. അപ്പം മാളവിക പറയുന്നുണ്ട്, ശരിയാ അത് തന്നെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കൈ കൊടുക്കുകയാണ്. ഈ കറക്റ്റ് സമയത്താണ് നമ്മുടെ ഡേവിഡ് അതുവഴി കാറിൽ പോകുന്നത്. അപ്പോൾ ഡേവിഡ് കാണുകയാണ് കേട്ടോ മാളവികയും ആദർശും കൂടി കൈ കൊടുക്കുന്നതെന്നും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഡേവിഡ് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഡേവിഡിന് മനസ്സിലാകാണ് ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. മാളവിക അവിടെ കയറി കൂടിയിരിക്കുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നും ആദർശിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് മാളവിക എന്നും മാളവികയാണ് ഇവിടുത്തെ വിവരങ്ങളെല്ലാം ചോർത്തി മൂർത്തീസ് ജ്വല്ലറിക്ക് കൊടുക്കുന്നതെന്നും മനസ്സിലാകുക. ഡേവിഡ് മനസ്സിലോർക്കുക, എടി ഭയങ്കര മാളവികയെ, അപ്പം ഞങ്ങളെ എല്ലാവരെയും നീ ഒറ്റയടിക്ക് അങ്ങ് പറ്റിക്കുകയായിരുന്നല്ലേ. നീയും ആദർശും തമ്മിലുള്ള നല്ല ബന്ധമാണല്ലേ. അപ്പോൾ ആദർശിൻ്റെ കളിപ്പാവയായിട്ടാണ് നീ അവിടെ കയറി കൂടിയത്. ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഈ വിവരം എങ്ങാനും നാഗേന്ദ്ര സാർ അറിയുകയാണെങ്കിൽ നിന്നെ ഭൂമിക്ക് മീതെ വെച്ചേക്കലടി. നിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, നിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുകയാണ് കേട്ടോ നമ്മുടെ ഡേവിഡ്. എന്നിട്ട് ഉടനെ തന്നെ ഡേവിഡ് വിളിക്കുകയാണ് നാഗേന്ദ്രയെ വിളിച്ചിട്ട് നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, സാറേ ആ മാളവിക അവൾ നമ്മളെ ചതിക്കുമായിരുന്നു, നമുക്ക് ഈ ഡീല് നഷ്ടപ്പെട്ടു, ഈ ഒരു അവാർഡ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര ഇതറിഞ്ഞ് ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. നാഗേന്ദ്ര ചോദിക്കുക, എന്താ ഡേവിഡ് ഈ പറയുന്നത്? അതെ,
നമുക്ക് ഈ അവാർഡ് കിട്ടിയില്ല, പകരം മൂർത്തീസ് ജ്വല്ലറിക്കാണ് കിട്ടിയത്. നാണം കെട്ട് നാറിയാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുക, സഹിക്കാൻ പറ്റത്തില്ല, ഇതെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നത്. ഓരോ നിമിഷവും മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിൽ നമ്മൾ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുക, അതിനൊക്കെ കാരണമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മളെ ചതിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, ആരെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരുന്നത്, അതിന് ധൈര്യമുള്ള ആരാ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, ആ മാളവിക, അവൾ ആദർശിൻ്റെ ആളാണെന്ന് പറയാം. അപ്പം സത്യം പറഞ്ഞാൽ നാഗേന്ദ്രൻ ഞെട്ടിപ്പോവാണ്. മാളവികയോ, നിങ്ങളെല്ലാവരും കൂടെ സെലക്ട് ചെയ്ത ആ ഡിസൈനറോ അവൾ ആദർശിൻ്റെ ആളായിരുന്നെന്നോ? അതെ, അവൾ ആദർശിൻ്റെ ആളായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആദർശും അവളും കൂടി സംസാരിക്കുന്നതും വളരെ സന്തോഷത്തിൽ മറ്റെന്തരോ ഡീൽ ഉറപ്പിച്ച് കൈ കൊടുക്കുന്നതും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവൾ ആദർശിൻ്റെ ആളാണെന്നുള്ളതല്ലേ? അല്ലെങ്കിൽ ഈ മത്സരത്തിൽ തോറ്റ് തുന്നം പാടി ഉടനെ തന്നെ അവൾ നേരെ പോയി ആദർശിനെ കാണുമോ, ഇക്കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ചിരിക്കുമോ? അപ്പോൾ നമ്മളെ അങ്ങ് പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പം ഡേവിഡ് പറയുക, ചതിക്കുകയായിരുന്നല്ലേ, അവൾ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനി ഈ ഭൂമിക്ക് മേളിൽ ഉണ്ടാവില്ല, അവളെ അങ്ങ് തീർത്ത് കളയണം. ഇതിനു മുമ്പും നമ്മളെ ചതിച്ചവരെയെല്ലാം നമ്മൾ തീർത്ത് കളയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ മാളവികയുടെ സമയവും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാളവികയെ ഉടനെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണം. ഞാൻ നേരിട്ട് വന്ന് അവളെ കണ്ട് സംസാരിച്ച് അവളെ തീർക്കും. അവളുടെ യജമാനായ ആദർശ് തേടുന്നത് എന്നെയാണെന്ന് അവൾ അറിയണം. അതിനുശേഷം വേണം അവൾ മരിക്കാൻ, ഈ രഹസ്യം ആദർശിനെ അറിയിക്കുന്നതിന് മുൻപ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഡേവിഡ്. ശരി സാർ, ഉടനെ തന്നെ ഞാൻ അവളെ കസ്റ്റഡിയിലെടുക്കാം. നമ്മുടെ ആളുകളെ വിട്ട് അവളെ തട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഗോഡൗണിൽ എത്തിക്കാം സാറേ എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാം, ശരി, അവളെ അവിടെ എത്തിക്കും. ഓരോന്നിനും എണ്ണി കണക്ക് പറഞ്ഞ് അവളെ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം, ഞാൻ അവിടെ എത്താമെന്ന് പറയാം. അങ്ങനെ ഡേവിഡ് അതിനു വേണ്ടിയിട്ട് അബിയെ വിളിക്കുകയാണ്. ആ സമയത്ത് കാറിൽ അബിയും നവ്യയും കൂടെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയം അബിയെ വിളിക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അബി സാറേ, ഒരു കാര്യം പറയാനുണ്ട്. ആ മാളവികയുണ്ടല്ലോ, അവളാണ് നമ്മളെ ചതിച്ചത്. അവൾ ആ ആദർശിൻ്റെ ആൾ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അബി ഞെട്ടിപ്പോവുക. മാളവികയോ? ഒരിക്കലുമില്ല, മാളവിക അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ എന്ന് പറയുകയാണ് അബി. അപ്പോൾ ഡേവിഡ് പറയാം, അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ ആദർശുമായിട്ട് സംസാരിക്കുന്നതും എന്തൊക്കെയോ പറഞ്ഞ് സന്തോഷിച്ച് ചിരിക്കുന്നതും പരസ്പരം കൈ കൊടുക്കുന്നതും ഒക്കെ. അതിൻ്റെ അർത്ഥം എന്താ? അവൾ നമ്മളെ ചതിക്കുകയായിരുന്നെന്നല്ലേ? ഞാൻ ഈ വിവരം നാഗേന്ദ്ര സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വേണ്ടത് ചെയ്തോളാൻ നാഗേന്ദ്ര സാറ് പറഞ്ഞിട്ടുണ്ട്. അവളെ ഉടനെ തന്നെ നമ്മുടെ കൊട്ടേഷൻ്റെ ആളുകൾ തട്ടിക്കൊണ്ട് ഗോഡൗണിൽ കൊണ്ടുവരും. നാഗേന്ദ്ര സാറ് നേരിട്ടെത്തി അവളെ അങ്ങ് തീർക്കും. ചതിക്ക് ചതി തന്നെയല്ലേ ചെയ്യേണ്ടത്? നമ്മളെ ചതിച്ച് അവൾ ഇനി ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഡേവിഡ് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അബി പറയാം, സത്യമാണോ ഡേവിഡ് ഈ പറയുന്നതൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും മാളവിക ഇങ്ങനെ ചെയ്യുമെന്നോ? അവൾ ചതിക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ കയറി കൂടിയതാണെന്നോ? ആദർശിന് ഇത്രയധികം ബുദ്ധിയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഡേവിഡ് പറയാണ്, ഉണ്ട്, ആദർശിന് ബുദ്ധിയുണ്ട്. നിങ്ങളുടെ മുത്തശ്ശൻ്റെ അതേ കൂർമ്മ ബുദ്ധി സാറിനില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആദർശ് ഇങ്ങനെ കളിച്ച് മുന്നേറുന്നത്. അത് അവസാനിപ്പിക്കണം നമുക്കെന്ന് പറയാം. അപ്പം ഉടനെ തന്നെ അബിയും പറയും, ശരിയാ, വേണ്ടത് ചെയ്യാം, ഞാനും അങ്ങോട്ട് എത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്. നവ്യ ഇത് അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട് അബിയോട്, അല്ലേ എന്താ അബി, എന്താ മാളവികയുടെ കാര്യമൊക്കെ പറഞ്ഞത്? അത് മാളവികയുടെ കാര്യം, മാളവിക നമ്മളെ ചതിക്കുകയായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആളല്ല അവൾ ആദർശിൻ്റെ കയ്യാളാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അവളാണ്. എല്ലാ രഹസ്യവും ചോർത്തി കൊടുക്കാൻ ആദർശ് നിർത്തിയിരിക്കുന്ന ആളാണെന്ന്. പിന്നെ നമ്മൾ ഏത് ഡീൽ സ്വന്തമാക്കും, ഏത് കോമ്പറ്റീഷനിൽ വിജയിക്കും? അവളല്ലേ ചീഫ് ഡിസൈനർ. ഇത് ഡേവിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുക. അപ്പോൾ ഉടനെ നവി ചോദിക്കുക, നിങ്ങളോ? അവളങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അവൾക്ക് ശിക്ഷ കൊടുക്കണം, അത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ശിക്ഷ കൊടുക്കുമെന്നോ? എന്ത് ശിക്ഷ കൊടുക്കാൻ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാണ്, അതൊക്കെയുണ്ട്, അവളെ തീർക്കും എന്ന് പറയാണ്. അപ്പം നവി പറയാ, അവളെ തീർക്കാനോ? അങ്ങനെ തീർക്കാൻ പറ്റുന്ന കാര്യമാണോ? അബി, നീ വേറെ എന്തെങ്കിലും പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, ജയിലിൽ കിടക്കേണ്ടി വരും. അതൊന്നും എനിക്കും കുഞ്ഞിനും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നീ പോകണ്ടെന്ന് പറയാം. അപ്പോൾ അബി പറയാ, എടി ഞാനല്ലടി ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരാളുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരാൾ ജ്വല്ലറിയുടെ പിന്നിൽ ജ്വല്ലറിയുടെ MD ഉണ്ട് എന്ന് പറയുമ്പം നവി ചോദിക്കുക, അത് ഡേവിഡ് സാറല്ലേ? ഡേവിഡ് ഒന്നും അല്ല, വേറെ ആളുണ്ട്. അദ്ദേഹമാണ് ഇത് നടത്താൻ പോകുന്നത്. അവളുടെ അന്തിമ വിധി നടപ്പാക്കുന്നത് അദ്ദേഹമാണ്. നീ ഇതൊന്നും ചിന്തിക്കാനും പറയാനും ആരോടും സംസാരിക്കാനും ഒന്നും പോകണ്ട. കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും
അത് നടക്കും. എനിക്ക് എവിടം വരെ ഒന്ന് പോകണം. അതുകൊണ്ട് നീ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയിക്കോ എന്ന് പറയാണ്. എന്നിട്ട് നവ്യ അവിടെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അതേസമയം നവ്യ മനസ്സിലാലോചിക്കുകയാണ്, ദൈവമേ, ഇപ്പോൾ ആ മാളവികയെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അവിടെ ചെന്നാൽ അവളെയായ അവർ തീർക്കും. അതിനു മുമ്പ് ഈ വിവരം എങ്ങനെയെങ്കിലും ആദർശിനെ അറിയിക്കണം. ആദർശിനെ അറിയിച്ച് എങ്ങനെയെങ്കിലും ആ മാളവികയെ രക്ഷിക്കണം. അതിനെന്തോ ഒരു മാർഗം എന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കൂട്ടുകാരിയെ വിളിക്കുകയാണ് കേട്ടോ നവ്യ. കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ കൂട്ടുകാരി വളരെ സന്തോഷത്തിൽ വന്നിട്ട് പറയാം, നവ്യ, ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടിയല്ലേ, ആ ഒരു അവാർഡ് നയനയ്ക്ക് തന്നെ കിട്ടിയല്ലേ, ആ നല്ല കാര്യം, നമ്മൾ കളിച്ച പോലൊക്കെ തന്നെ ആവുന്നുണ്ട് കേട്ടോ നവ്യെ, നീ കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് കിട്ടിയത്, അതുകൊണ്ട് നീ ചിലവ് ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചിലവ് ചെയ്യാൻ വേണ്ടിയല്ല നിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്, അതിലും അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, അതിനുകൂടി നീ എന്നെ സഹായിക്കണം എന്ന് പറയാം. അല്ലേ, എന്താ നവ്യെ എന്ന് ചോദിക്കുക. അതെ, ആദർശേട്ടനെ നീ ഒന്ന് വിളിച്ച് കാര്യം പറയണം. അവരാ മാളവിയെ കൊല്ലാൻ വേണ്ടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവളെ അവർ തീർക്കാനാണ് വിചാരിക്കുന്നത്. അവരുടെ ഗോഡൗണിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ആദർശേട്ടനെ നീ നേരെ ഒന്ന് അറിയിക്കണം എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ശരി, ഞാൻ അറിയിക്കാം, ആദർശനെ അറിയിക്കാമെന്ന് പറഞ്ഞ് ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മാളവികയെ അറിയാമല്ലോ, മാളവിക എയിം ജ്വല്ലറിയിലെ ഡിസൈനർ. മാളവികയെ കുറേ പേര് കൂടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതും എയിം ജ്വല്ലറിക്കാർ തന്നെയാണ്. അവരെ ചതിച്ചു എന്ന് അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് മാളവികയെ തീർക്കാനാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ട് എത്രയും വേഗം മാളവികയെ രക്ഷിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന് ചോദിക്കുക. അതെ, സത്യമാണ്. നിങ്ങളെ പല കാര്യങ്ങളും ഇതുപോലെ വിളിച്ചറിയിച്ചിട്ടുള്ളത് ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ എത്രയും വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ മാളവികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എങ്ങനെയും മാളവികയെ രക്ഷിക്കണമല്ലോ. ആ സമയത്ത് കുറേ ഗുണ്ടകൾ മാളവികയെ തട്ടിക്കൊണ്ട് പോയി ആ ഗോഡൗണിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഡേവിഡ് ഉണ്ട്, അഭിയുണ്ട്. ഡേവിഡും അഭിയും മാളവികയെ മാറി മാറി ചോദ്യം ചെയ്യാണ്. മാളവികയെ അടിക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് ഞങ്ങളെ ചതിച്ചിട്ട് ആദർശിനെ രക്ഷിക്കാവുന്നോ? എത്ര നാൾ നിനക്ക് ഞങ്ങളെ ചതിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് നീ വിചാരിച്ചത്? ഇതോടുകൂടി നിന്റെ ചതി അവസാനിച്ചു, നിന്റെ ജീവിതം അവസാനിച്ചടി. ഒരാളിപ്പോൾ എത്തും, നീ ആ കാത്തിരുന്ന ആള്, നീ നിന്റെ ആദർശമൊക്കെ, അയാളെ നിന്നെ തീർക്കുന്നത്, അതുവരെ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് മാളവിയെ അടിച്ച് ശരിയാക്കിയൊക്കെ ഇരുത്തിയിരിക്കുക. ആ സമയത്ത് ആദർശ് പാഞ്ഞു വരികയാണ്. അപ്പം ആദർശ് വരുന്നതിന് മുൻപ് തന്നെ നാഗേന്ദ്ര അവിടെ എത്തുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്ര നേരെ മാളവികയെ തീർക്കാൻ വേണ്ടിയിട്ട് എത്തി കാറിൽ വന്ന് ഇറങ്ങി നേരെ ഗോഡൗണിൽ ചെല്ലുകയാണ്. ഗോഡൗണിൽ ചെല്ലുമ്പോൾ മാളവിക പേടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചെല്ലുന്നതുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ പറയാം, എന്താടീ നോക്കുന്നത്? നിനക്ക് മനസ്സിലായി എന്നെ, നിന്റെ കാലനാ ഞാൻ. നീയും ആദർശവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ആള്. ആദർശ് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ആടി ഇരുന്നത്. ഇപ്പം നീ കണ്ടില്ലേ എന്നെ? ഇനി നിനക്ക് ഇത് ആദർശനോട് പറയേണ്ടി വരികയല്ല. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് മാളവിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയോ ഒരു തോക്കെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ആദർശ് അങ്ങോട്ട് കയറി വരികയാണ്. ആദർശ് വന്നിട്ട് എല്ലാവരെയും ഇടിച്ച് വീഴ്ത്തുക. കുറേ പേരുണ്ട് ഗുണ്ടകളൊക്കെ ആയിട്ട്. ആദർശ് ഓടി വന്ന് നാഗേന്ദ്ര അടുത്ത് വരുമ്പോൾ നാഗേന്ദ്ര പെട്ടെന്ന് ഞെട്ടിപ്പോവുക. ആദർശ് ഇപ്പം നാഗേന്ദ്രയെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങി ഓടുകയാണ് നാഗേന്ദ്ര. പുറകെ ആദർശ് എന്ന് കുത്തന് പിടിച്ച് 4 എണ്ണം കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് അറിയായിരുന്നു. നീ മാളവികയെ തൊടുക പോലും ചെയ്യില്ല. നീ ഞങ്ങളുടെ കുടുംബത്തെ അനന്തപുരിയെ അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി വന്ന ശത്രു നീയാണെന്ന് അറിയായിരുന്നു. നീ ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആദർശ് അടിച്ച് ശരിയാക്കുന്നുണ്ട് നമ്മുടെ നാഗേന്ദ്രയാണെ അടി കൊണ്ട് വരണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രയെ ആദർശ് മുത്തശ്ശൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, എൻ്റെ നാഗേന്ദ്രേ, നീ എന്താ വിചാരിച്ചത്? നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്നാണോ വിചാരിച്ചത്? എത്രയോ ദിവസങ്ങൾ മുമ്പേ ഞാൻ മനസ്സിലാക്കിയിരുന്നു എയിം ജ്വല്ലറിക്ക് പിന്നിൽ നീ ആയിരിക്കും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന്. നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ അതുപോലുള്ള ദ്രോഹങ്ങൾ ചെയ്തതിന് ശേഷമാണ് നിന്നെ ഞാൻ പുറത്താക്കിയത്. എന്നിട്ടും വീണ്ടും നീ എന്നെ വന്ന് തകർക്കാനും എൻ്റെ കുടുംബത്തെ ശിഥിലമാക്കാനും നോക്കുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ, അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്നറിയോ? എൻ്റെ മക്കളെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഒരു തൊഴിലില്ലാതെ ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ ഞാൻ കെട്ടിപ്പടുത്തതാണ് എയിം ജ്വല്ലറി എന്ന് പറയുന്ന ഈ സാമ്രാജ്യം. ഇത്രയൊരു മുമ്പിലെത്തിയതും ഒരു ജ്വല്ലറി ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞതും ഒക്കെ നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ ഒരെണ്ണം കൊടുക്കുകയാണ് നാഗേന്ദ്രയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ഇറങ്ങിയതെന്ന് ചോദിക്കുക.
നീ ഇനി എത്ര ജന്മം ജനിച്ചാലും ഈ മൂർത്തീസ് ജ്വല്ലറിയെയും ഈ ആനന്ദമൂർത്തിയെയും തോൽപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല. നീ ഒരു ചതിയനാണ് എന്ന് പറയാണ്. നിന്റെ മകൾ അവന്തികയുടെയും അനിയുടെയും വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ആ നിശ്ചയം നടക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയ ദിവസം എത്തുകയാണ് കേട്ടോ. അപ്പോഴും അവന്തിക അവിടെ നല്ല കുഞ്ഞ് കളിച്ച് നിൽക്കുകയാണ്. അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവന്തിക നിൽക്കുകയാണ്. എന്തായാലും ഇതിലൂടെ തന്നെ എങ്ങനെയെങ്കിലും അനിയുടെ ഭാര്യയായിട്ട് മാറിയിട്ട് അനന്തപുരിയിലെ സ്വത്തുക്കൾ കൈയെടുക്കാമെന്നാണ് അവന്തികയുടെ ചിന്ത. അങ്ങനെ നിൽക്കുകയാണ് അവന്തിക. ആ വിവാഹ നിശ്ചയ ദിവസം തന്നെ മുത്തശ്ശൻ അത് തിരിച്ചറിയാണ് കേട്ടോ. നവിക്ക് ഇതെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുണ്ട്, പക്ഷെ നവിയെ കൊണ്ട് പറ്റുന്നില്ല. അതിനു മുമ്പ് തന്നെ മുത്തശ്ശൻ ഒരു കോള് ചെയ്യുന്ന കാണുകയാണ് അവന്തിക നാഗേന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് എൻ്റെ വിവാഹ നിശ്ചയമാണ്. അച്ഛൻ കൂടി എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധിക്കില്ലല്ലോ. പക്ഷേ എൻ്റെ വിവാഹത്തിന് എല്ലാവരെക്കാളും മുൻപിൽ അച്ഛൻ തന്നെ നിൽക്കണം. ഞാൻ അച്ഛനോടൊപ്പം ഉണ്ട്. ഇതൊരു നാടക വിവാഹമാണ്. അനിയെ ഞാൻ സ്വന്തമാക്കുന്ന എന്തിനാണെന്ന് അച്ഛൻ അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട. അച്ഛന് വേണ്ടി ഞങ്ങൾ മക്കളുണ്ട് ചോദിക്കാനെന്ന് പറയാണ്. ഇത് നമ്മുടെ മുത്തശ്ശൻ കേൾക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് മനസ്സിലാകാണ് അബി എന്തായാലും ആ സൈഡിൽ തന്നെയാണ്, പക്ഷേ അവന്തികയും ആ സൈഡിലോട്ട് മാറിയിരിക്കുകയാണെന്ന് മനസ്സിലാകാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് തന്നെ പറയാണ്. നീ ചതിക്കായിരുന്നു. അനിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല നീ. അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ട് മാത്രമാണ് നീ അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. അതും നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. നീ നിന്റെ അച്ഛൻ്റെ കൂടെ ആ ചതിയൻ്റെ കൂടെ നിന്നിട്ടല്ലേ ഈ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഞങ്ങളെയൊക്കെ ഇത്രയും നാളും വിഡ്ഢിവേഷം കെട്ടിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ അവന്തികയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം ഓർത്തോ അനി, നീ ഇത്രയും നാളും വിഷമിച്ചില്ലേ? അതിനൊരു പരിഹാരം ഈ മുത്തശ്ശൻ തന്നെ കാണും. നിന്റെയും നന്ദുവിൻ്റെയും വിവാഹം തന്നെ നടത്തിത്തരും. ഇനി നീ അതിനോർത്ത് വിഷമിക്കേ വേണ്ട. എല്ലാ പ്രശ്നങ്ങളും മാറി നീയും നന്ദുവും ഒന്നിക്കും. അതിനു വേണ്ടി ഈ മുത്തശ്ശൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട അവന്തികയാണെങ്കിൽ ഞെട്ടിധരിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവന്തികയെ അവിടെ നിന്ന് അടിച്ചിറക്കുകയും കൂടെ ചെയ്തേച്ചാൽ മതി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്